വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി ഫാക്ട്സ് വിത്ത് മീ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മരണശേഷം എന്താണ് സംഭവിക്കുക എന്നതാണ്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. കണ്ണുകൾ പതുക്കെ അടയുന്നു, ശ്വാസം പതുക്കെ കുറയുന്നു. പിന്നെ ഒരു നിമിഷത്തിൽ എല്ലാം നിശബ്ദമാകുന്നു. നിങ്ങളുടെ ശരീരം ഇവിടെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ എവിടെയാണ്? ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യമാണ്. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? നാം ഇല്ലാതാകുമോ? അല്ലെങ്കിൽ നാം എവിടെയെങ്കിലും പോകുമോ? ശാസ്ത്രം എന്താണ് പറയുന്നത്? ക്രിസ്തീയ വിശ്വാസം എന്താണ് പറയുന്നത്? ഇന്ന് നാം ഈ വലിയ രഹസ്യം കണ്ടെത്താൻ പോകുന്നു. ഈ യാത്രയുടെ അവസാനം നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു സത്യം നിങ്ങൾ അറിയും. മനുഷ്യൻ എന്താണ്? നിങ്ങൾ ഒരു ശരീരം മാത്രമാണോ? ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ മാംസവും രക്തവും അസ്ഥികളും ചേർന്നതാണ്. ഹൃദയം നിർത്തിയാൽ, മസ്തിഷ്കം പ്രവർത്തനം നിർത്തിയാൽ മനുഷ്യൻ അവസാനിക്കുന്നു. ശാസ്ത്രം പറയുന്നു ജീവൻ ശരീരത്തിന്റെ പ്രവർത്തനമാണ്. പക്ഷെ ഒരു വലിയ ചോദ്യമുണ്ട്. ശരീരം ഒരേപോലെ ഇരിക്കുമ്പോൾ ജീവൻ എങ്ങനെ പെട്ടെന്നില്ലാതാകുന്നു? ഒരു മരിച്ച മനുഷ്യന്റെ ശരീരത്തിൽ എല്ലാം ഇപ്പോഴും അവിടെ തന്നെയാണ്. ഹൃദയമുണ്ട്, മസ്തിഷ്കമുണ്ട്, കണ്ണുകളുണ്ട്, പക്ഷേ ജീവനില്ല. എന്തുകൊണ്ട്? എന്താണ് പോയത്? ശാസ്ത്രത്തിന് ഇതിന് പൂർണ്ണമായ ഉത്തരമില്ല. ക്രിസ്തീയ വിശ്വാസം പറയുന്നത് മനുഷ്യൻ ശരീരം മാത്രമല്ല, മനുഷ്യനൊരു ആത്മാവുണ്ട്. ആത്മാവാണ് യഥാർത്ഥ നിങ്ങൾ. ശരീരം ഒരു വീട് പോലെയാണ്. ആത്മാവ് ആ വീട്ടിൽ താമസിക്കുന്നയാളാണ്. വീട് തകർന്നാൽ ആളില്ലാതാകില്ല, അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ശരീരമുണ്ടാക്കി. പിന്നെ ദൈവം തന്റെ ജീവശ്വാസം മനുഷ്യനിൽ നൽകി. അപ്പോൾ മനുഷ്യൻ ജീവിച്ചു. അത് ആത്മാവായിരുന്നു. അതായത് ശരീരം മണ്ണിൽ നിന്നാണ്, ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ശാസ്ത്രത്തിന്റെ പരിധി. ശാസ്ത്രം വളരെ ശക്തമാണ്. ശാസ്ത്രം വിമാനങ്ങൾ ഉണ്ടാക്കി. ശാസ്ത്രം വൈദ്യുതി കണ്ടെത്തി. ശാസ്ത്രം ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയച്ചു. പക്ഷേ ശാസ്ത്രം ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ശാസ്ത്രം സ്നേഹം കാണിക്കാമോ? നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നത് ശാസ്ത്രം അളക്കാൻ കഴിയുമോ? കാരണം ചില കാര്യങ്ങൾ ശാസ്ത്രത്തിനും അതീതമാണ്. ശാസ്ത്രം ശരീരം പഠിക്കുന്നു, പക്ഷേ ആത്മാവ് ശാസ്ത്രത്തിന് കാണാൻ കഴിയില്ല. യേശുക്രിസ്തുവിന്റെ വലിയ സത്യം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു. അവൻ സാധാരണ മനുഷ്യനല്ലായിരുന്നു. അവന്റെ പേര് യേശുക്രിസ്തു. അവൻ ഒരു വലിയ സത്യം പറഞ്ഞു. ശരീരം മരിച്ചാലും ആത്മാവ് ജീവിക്കും. അവൻ മരിച്ചവരെപ്പോലും ജീവിപ്പിച്ചു. ഒരു ദിവസം ലാസർ എന്ന ഒരാൾ മരിച്ചു. അവൻ 4 ദിവസം കല്ലറയിലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇനി പ്രതീക്ഷയില്ല. പക്ഷെ യേശു അവിടെ വന്നു. അവൻ വിളിച്ചു, ലാസർ പുറത്തേക്ക് വരിക. അപ്പോൾ മരിച്ചിരുന്ന ലാസർ വീണ്ടും ജീവിച്ചു. ഇതൊരു വലിയ തെളിവായിരുന്നു. മരണം അവസാനമല്ല, മരണം ഒരു വാതിൽ മാത്രം. ഒരു കുട്ടി അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ അവൻ ആ ലോകം മാത്രം അറിയുന്നു. പക്ഷേ ജനിച്ച ശേഷം അവൻ ഒരു പുതിയ ലോകം കാണുന്നു. അതുപോലെ ഈ ഭൂമി ഒരു തുടക്കമാണ്. മരണം ഒരു അവസാനമല്ല, മരണം ഒരു വാതിലാണ്. ആ വാതിലിന് പിന്നിൽ ഒരു പുതിയ ലോകമുണ്ട്. ശാസ്ത്രവും ക്രിസ്തീയ വിശ്വാസവും ആരാണ് സത്യത്തിന് അടുത്തത്? ശാസ്ത്രം പറയുന്നു നാം ശരീരം മാത്രമാണ്. പക്ഷെ ക്രിസ്തീയ വിശ്വാസം പറയുന്നു നാം ആത്മാവാണ്. ശാസ്ത്രത്തിന് ആത്മാവിനെ തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ക്രിസ്തീയ വിശ്വാസം ആത്മാവിന്റെ സത്യം വെളിപ്പെടുത്തുന്നു. ശാസ്ത്രം മരണത്തെ അവസാനമായി കാണുന്നു. പക്ഷെ ക്രിസ്തീയ വിശ്വാസം മരണത്തെ തുടക്കമായി കാണുന്നു. മരണം ഒരു വാതിലാണെങ്കിൽ ആ വാതിലിന് പിന്നിൽ എന്താണ്? സ്വർഗമോ നരകമോ? ആരാണ് അവിടെ പോകുന്നത്? എന്താണ് തീരുമാനമെടുക്കുന്നത്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നിത്യസ്ഥാനം തീരുമാനിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ കിടക്കയിൽ അവന്റെ ശ്വാസം പതുക്കെ കുറയുന്നു. 987. ഹൃദയമിടിപ്പ് മന്ദമാകുന്നു. 65. കുടുംബം കരയുന്നു. 43. ഡോക്ടർ സമയം നോക്കുന്നു. 2. 1. ശ്വാസം നിൽക്കുന്നു. ഹൃദയം നിൽക്കുന്നു. ശരീരം നിശബ്ദം. ലോകം പറയുന്നു അവൻ മരിച്ചു. പക്ഷേ അത് മുഴുവൻ സത്യമല്ല. ആത്മാവ് പുറത്തു വരുന്നു. ആ നിമിഷത്തിൽ ഒരു അതിസൂക്ഷ്മമായ വേർപാട്. കണ്ണിന് കാണാനാകില്ല, പക്ഷേ അത് സംഭവിക്കുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. ശരീരം കിടക്കയിൽ, ആത്മാവ് മുകളിലേക്ക്. ആത്മാവ് തന്റെ ശരീരത്തെ നോക്കുന്നു. ഇത് ഞാനാണോ? അത് ശരീരം മാത്രം. നീ ആത്മാവാണ്. ഇനി വേദനയില്ല, ശ്വാസം വേണ്ട, ഹൃദയം വേണ്ട. പക്ഷെ ബോധമുണ്ട്, ചിന്തയുണ്ട്, ഓർമ്മയുണ്ട്. ഇത് ശാസ്ത്രത്തിന് വലിയ ചോദ്യം.
ഹൃദയം നിൽക്കുമ്പോൾ ബോധം എങ്ങനെ തുടരുന്നു? ആത്മീയ ലോകത്തിന്റെ വാതിൽ. ഇപ്പോൾ ആത്മാവ് ഒരു പുതിയ അനുഭവത്തിലേക്ക് കടക്കുന്നു. ഇത് സ്വപ്നമല്ല, ഇത് ഭ്രമമല്ല, ഇത് യഥാർത്ഥം. പ്രകാശം അല്ലെങ്കിൽ ഇരുട്ട്. ആത്മാവിന്റെ നിലയനുസരിച്ച് സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? സ്വർഗം ശൂന്യമായ മേഘങ്ങളല്ല, അത് ജീവൻ നിറഞ്ഞ സ്ഥലം, സന്തോഷം നിറഞ്ഞ സ്ഥലം, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലം. അവിടെ ദൂതന്മാർ സ്തുതിക്കുന്നു, അവിടെ വിശുദ്ധർ സമാധാനത്തിൽ, അവിടെ സമയം ഭാരമല്ല, അവിടെ മരണമില്ല, അവിടെ യേശുക്രിസ്തു മഹത്വത്തിൽ. നരകത്തിന്റെ ഭീകരസത്യം. ഇത് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സത്യം മറയ്ക്കാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ശാശ്വത വേർപാട്, പ്രകാശമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടൽ, പശ്ചാത്താപം. ഇത് ദൈവം ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ മനുഷ്യൻ തെരഞ്ഞെടുത്ത വഴി. ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, മരണത്തിന് സമീപ അനുഭവങ്ങൾ, ശരീരത്തിന് പുറത്തുള്ള ബോധ അനുഭവങ്ങൾ, കൃത്യമായ സമയത്ത് സംഭവിച്ച അറിവുകൾ, ലോകമെമ്പാടും സമാനമായ ആത്മീയ സാക്ഷ്യങ്ങൾ. ശാസ്ത്രം ഇവയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പൂർണ്ണമായി തെളിയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ ഭൗതിക ലോകത്തിനായി മാത്രമാണ്. ക്രിസ്തീയ വിശ്വാസം എന്തുകൊണ്ട് സത്യത്തിനടുത്തത്? 1. മരണത്തെ നേരിട്ട് ജയിച്ച വ്യക്തി യേശുക്രിസ്തു. 2. ശൂന്യകല്ലറ. 3. നൂറുകണക്കിന് സാക്ഷികൾ. 4. ജീവൻ പോലും പണയം വെച്ച ശിഷ്യന്മാർ. 5. 2000 വർഷം നിലനിന്ന സന്ദേശം. ഇതൊരു കഥയായിരുന്നെങ്കിൽ ഇത്രകാലം നിലനിൽക്കുമോ? ശക്തമായ ഇടവേള. ഇപ്പോൾ ഒരു ചോദ്യം. ഇന്ന് നിങ്ങളുടെ ജീവിതം അവസാനിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ഏതു വഴി തിരഞ്ഞെടുക്കും? പ്രകാശത്തിലേക്കോ ഇരുട്ടിലേക്കോ? മനുഷ്യൻ ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു. എല്ലാവരും ഒരേ ചോദ്യം ചോദിക്കുന്നു: മരണം കഴിഞ്ഞാൽ എന്ത്? ശാസ്ത്രം പറയുന്നു ശരീരം മണ്ണായി മാറും, മസ്തിഷ്കം പ്രവർത്തനം നിർത്തും, ബോധം ഇല്ലാതാകും. പക്ഷേ ഹൃദയം ചോദിക്കുന്നു: അത്രയുള്ളോ ജീവിതം? പ്രവചനങ്ങളുടെ കാലം. നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പ് ഇസ്രായേൽ പ്രവാചകർ ഒരാളെക്കുറിച്ച് പറഞ്ഞു: അവൻ വരും, അവൻ രക്ഷകൻ, അവൻ മരണത്തെ ജയിക്കും. ഇത് മനുഷ്യന്റെ ചിന്തയല്ല, ദൈവത്തിന്റെ വാഗ്ദാനം. അത്ഭുത ജനനം. ബേത്ലഹേമിലെ ഒരു രാത്രി, ഒരു സാധാരണ കന്നുകാലിത്തൊഴുത്ത്. അവിടെ ജനിച്ചു ജീസസ് ക്രൈസ്റ്റ്. രാജാവിന്റെ അരമനയിലല്ല, ദരിദ്ര കുടുംബത്തിൽ. ശാസ്ത്രം ചോദിക്കും: കന്യകയിൽ നിന്ന് ജനനം എങ്ങനെ സാധ്യം? ക്രിസ്തീയ മറുപടി: ദൈവം സൃഷ്ടാവാണ്. ലോകം സൃഷ്ടിച്ചവൻ ഒരു ശരീരത്തിൽ വരാൻ കഴിയില്ലേ? ബാല്യം. അവൻ വളർന്നു, പാപമില്ലാതെ ജീവിച്ചു, ഒരു തെറ്റും കണ്ടെത്താനായില്ല. ശാസ്ത്രം മനുഷ്യനെ പഠിക്കുന്നു, മനുഷ്യൻ സ്വഭാവത്തിൽ തെറ്റുകൾ ചെയ്യുന്നവൻ. പക്ഷെ ഇവിടെ ഒരാൾ പൂർണ്ണ സ്നേഹം, പൂർണ്ണ കരുണ, പൂർണ്ണ സത്യം, അത്ഭുതങ്ങൾ. കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, ചാവുപോയവൻ ഉയിർത്തെഴുന്നേൽക്കുന്നു. ശാസ്ത്രം ചോദിക്കും: ഇത് അസാധ്യം. പക്ഷേ ചോദ്യം: അസാധ്യമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ അറിവിന്റെ പരിധിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയോ? സ്നേഹത്തിന്റെ സന്ദേശം. അവൻ പറഞ്ഞു: ശത്രുക്കളെ സ്നേഹിക്കൂ, ക്ഷമിക്കൂ, ഹൃദയം ശുദ്ധമാക്കൂ. ഇത് ഒരു മതബോധനം മാത്രമല്ല, ഇത് മനുഷ്യനെ മാറ്റുന്ന വിപ്ലവം. ക്രൂശീകരണം. അവനെ കുറ്റമില്ലാതെ ശിക്ഷിച്ചു, അവനെ അടിച്ചു, അവനെ ക്രൂശിച്ചു. ശാസ്ത്രം പറയും ഇതൊരു ചരിത്ര വധശിക്ഷ. ക്രിസ്തീയ വിശ്വാസം പറയും ഇത് ലോകത്തിന്റെ പാപത്തിനുള്ള ബലി. അവൻ പറഞ്ഞു: ഇത് പൂർത്തിയായി. അവൻ മരിച്ചു. ശാസ്ത്രത്തിന്റെ വിധി. ശരീരം തണുത്തു, ഹൃദയം നിർത്തി, മരണം സ്ഥിരീകരിച്ചു. ഇവിടെ ശാസ്ത്രം ജയിച്ചതായി തോന്നി. അവൻ മരിച്ചു, കഥ അവസാനിച്ചു. 3-ാം ദിവസം കല്ലറ തുറന്നു. ശരീരമില്ല, ശൂന്യകല്ലറ. ഇതൊരു കഥയല്ല. അവനെ കണ്ടവരുണ്ടായിരുന്നു, സംസാരിച്ചവരുണ്ടായിരുന്നു. സമയം അവസാനത്തിലേക്ക്. ഒരു ദിവസം ഈ ലോകത്തിന്റെ സമയം അവസാനിക്കും. സൂര്യൻ ഇപ്പോഴും പ്രകാശിക്കും. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ തിരക്കിലായിരിക്കും. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു വലിയ മാറ്റം സംഭവിക്കും. ഇത് സാധാരണ ഒരു ദിവസമായിരിക്കില്ല. ഇത് ലോകത്തിന്റെ ചരിത്രത്തിലെ അവസാന ദിവസമായിരിക്കും. ആകാശത്തിന്റെ തുറക്കൽ. ആകാശം തുറക്കപ്പെടും. പ്രകാശം ഭൂമിയെ നിറക്കും. ഇത് സാധാരണ പ്രകാശമല്ല, ഇത് ദൈവത്തിന്റെ മഹത്വമാണ്. ഭൂമിയിലെ എല്ലാവരും ഇത് കാണും. ഒളിക്കാൻ ആരും കഴിയില്ല. രാജാവിന്റെ വരവ്. ആ പ്രകാശത്തിനുള്ളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. അവൻ രാജാക്കന്മാരുടെ രാജാവ്, അവൻ കർത്താക്കന്മാരുടെ കർത്താവ്. അവൻ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ അവൻ ഒരു കുഞ്ഞായി അല്ല, ഒരു ദാസനായി അല്ല, ഒരു രാജാവായി, മഹത്വത്തോടെയും ശക്തിയോടെയും. സത്യം വെളിപ്പെടുന്നു. ഇപ്പോൾ ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയും. അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കും. ഭൂമിയിൽ മരിച്ച എല്ലാവരും ഉയിർത്തെഴുന്നേൽക്കും. ഇത് ശാസ്ത്രത്തിന് അസാധ്യമാണ്,
പക്ഷെ ദൈവത്തിന് അസാധ്യമില്ല. ശരീരം വീണ്ടും ജീവിക്കും. ആത്മാവും ശരീരവും വീണ്ടും ഒന്നാകും. അവസാന ശ്വാസം. ഒരു മനുഷ്യൻ കിടക്കയിൽ കിടക്കുന്നു. അവന്റെ കുടുംബം ചുറ്റും നിൽക്കുന്നു. അവന്റെ ശ്വാസം പതുക്കെ കുറയുന്നു. ഹൃദയം പതുക്കെ മന്ദമാകുന്നു. പിന്നെ ഒരു നിമിഷം ശ്വാസം നിൽക്കുന്നു. ഡോക്ടർ പറയുന്നു, അവൻ മരിച്ചു. ശാസ്ത്രം ഇവിടെ നിർത്തുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഒരു തുടക്കമാണ്. അത്ഭുതകരമായ വേർപാട്. ആ നിമിഷത്തിൽ ശരീരത്തിനുള്ളിലുണ്ടായിരുന്ന ആത്മാവ് പുറത്തേക്ക് വരുന്നു. ശരീരം കിടക്കയിൽ തുടരുന്നു. പക്ഷേ ആത്മാവ് ജീവിക്കുന്നു. ആത്മാവ് തന്റെ ശരീരത്തെ കാണുന്നു. ഇത് ഭയപ്പെടുത്തുന്നില്ല. കാരണം ആത്മാവിനി വേദന അനുഭവിക്കുന്നില്ല. പുതിയ അനുഭവം. ആത്മാവിനൊരു പുതിയ അനുഭവമുണ്ടാകും. ഇനി കണ്ണുകളില്ലെങ്കിലും കാണുന്നു, ചെവികളില്ലെങ്കിലും കേൾക്കുന്നു. ഇത് ഭൂമിയിലെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ആത്മാവിന്റെ ലോകമാണ്. സത്യത്തിന്റെ സാന്നിധ്യം. ആ നിമിഷത്തിൽ ആത്മാവ് ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ സാന്നിധ്യം അടുത്താണ്. ഭയമില്ല. പക്ഷേ ഒരു വലിയ ബോധ്യമുണ്ട്. ജീവിതം അവസാനിച്ചിട്ടില്ല. ജീവിതത്തിന്റെ തിരിഞ്ഞുനോട്ടം. ആത്മാവ് തന്റെ ജീവിതം കാണുന്നു. ചെറിയ കാര്യങ്ങൾ പോലും. സ്നേഹിച്ച നിമിഷങ്ങൾ, വേദനിപ്പിച്ച നിമിഷങ്ങൾ എല്ലാം വ്യക്തമായി കാണുന്നു. ഒന്നും മറച്ചുവെക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന്റെ വാഗ്ദാനം. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, ഞാൻ ജീവനും ഉയിർത്തെഴുന്നേൽപ്പുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ഒരു വാക്ക് മാത്രമല്ല. അവൻ തന്നെ മരണത്തെ ജയിച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞത് സത്യമാണ്. 2 വഴികൾ. ഇപ്പോൾ ആത്മാവിന് 2 വഴികളുണ്ട്. ഒരു വഴി ദൈവത്തിന്റെ സാന്നിധ്യം, മറ്റൊരു വഴി ദൈവത്തിൽ നിന്ന് വേർപാട്. ദൈവത്തിന്റെ സാന്നിധ്യം സമാധാനമാണ്, സ്നേഹമാണ്, പ്രകാശമാണ്. ദൈവത്തിൽ നിന്ന് വേർപാടിരുട്ടാണ്, ഒറ്റപ്പെടലാണ്. ശാസ്ത്രം ഇവിടെ നിർത്തുന്നു. ശാസ്ത്രത്തിന് ആത്മാവിനെ പിന്തുടരാൻ കഴിയില്ല. ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ ശരീരത്തെ മാത്രം കാണും. പക്ഷേ ആത്മാവ് ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്താണ്. ഇത് ശാസ്ത്രത്തിന്റെ പരാജയമല്ല, ഇത് ശാസ്ത്രത്തിന്റെ പരിധിയാണ്. സ്വർഗത്തിന്റെ പ്രത്യാശ. ദൈവത്തോടൊപ്പം ആത്മാവ് പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യുന്നു. മരണം കഴിഞ്ഞ ഉടനെ ആത്മാവ് ഇരുട്ടിലല്ല, ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശം സൂര്യനെപ്പോലെയല്ല. അത് കണ്ണിനെ വേദനിപ്പിക്കില്ല. അത് സമാധാനം നൽകും. അത് സ്നേഹം നൽകും. ആ പ്രകാശം ദൈവത്തിന്റെ മഹത്വമാണ്. ഭയമില്ലാത്ത സ്ഥലം. ഭൂമിയിൽ നാം പല കാര്യങ്ങൾ ഭയപ്പെടുന്നു. രോഗം, മരണം, ഒറ്റപ്പെടൽ. പക്ഷെ ഇവിടെ ഭയമില്ല. ഹൃദയം പൂർണ്ണ സമാധാനത്തിൽ. ഇത് മനുഷ്യൻ ഒരിക്കലും അനുഭവിക്കാത്ത സമാധാനമാണ്. സ്വർഗത്തിന്റെ സൗന്ദര്യം. സ്വർഗം ഒരു സാധാരണ സ്ഥലമല്ല. അവിടെ പ്രകാശം എല്ലായിടത്തും, പച്ചപ്പും സൗന്ദര്യവും, ജീവൻ നിറഞ്ഞ ലോകം. ഇത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്കാൾ മഹത്തായതാണ്. കാരണം അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം. ആത്മാവിപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. ഇത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. കാരണം ദൈവം പൂർണ്ണ സ്നേഹം, പൂർണ്ണ സത്യം, പൂർണ്ണ സമാധാനം. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വേദനയില്ല, കരച്ചിലില്ല, മരണമില്ല. യേശുക്രിസ്തുവിനെ കാണുന്ന നിമിഷം. ഇതാണ് ഏറ്റവും അത്ഭുതകരമായ നിമിഷം. ആത്മാവ് കാണുന്നു തന്റെ രക്ഷകനെ, ജീസസ് ക്രൈസ്റ്റ്. അവന്റെ മുഖം സ്നേഹത്തോടെ നിറഞ്ഞിരിക്കുന്നു. അവൻ ശിക്ഷിക്കാനല്ല വന്നത്, അവൻ രക്ഷിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ എന്റെ കൂടെയാണ്. ഈ നിമിഷം ആത്മാവ് യഥാർത്ഥ വീട്ടിലെത്തിയതായി തിരിച്ചറിയുന്നു. നിത്യജീവിതത്തിന്റെ അർത്ഥം ഭൂമിയിലെല്ലാം താൽക്കാലികമാണ്. പണം, ശരീരം, ജീവിതം. പക്ഷെ ഇവിടെ എല്ലാം നിത്യമാണ്. ഇവിടെ സമയം അവസാനിക്കുന്നില്ല. ഇവിടെ മരണമില്ല. ജീവൻ തുടരുന്നു. പുതിയ ശരീരം. ക്രിസ്തീയ വിശ്വാസം പറയുന്നു, ഒരു ദിവസം ദൈവം ഒരു പുതിയ ശരീരം നൽകും. ഈ ശരീരം രോഗമില്ലാത്തത്, വേദനയില്ലാത്തത്, മരണമില്ലാത്തത്. ഇത് മഹത്വമുള്ള ശരീരം. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണം. ഒരു പഴയ തകർന്ന കളിപ്പാട്ടമുണ്ടെന്ന് കരുതൂ. അത് ഇനി പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ആരെങ്കിലും അതിനെ മാറ്റി ഒരു പുതിയ മനോഹര കളിപ്പാട്ടം കൊടുത്താൽ നിങ്ങൾ സന്തോഷിക്കും. അതുപോലെ ദൈവം ഒരു പുതിയ പൂർണ്ണ ശരീരം നൽകും. യഥാർത്ഥ വീട്. ഈ ഭൂമി നമ്മുടെ സ്ഥിരവീടല്ല. ഇതൊരു താൽക്കാലിക സ്ഥലം. നമ്മുടെ യഥാർത്ഥ വീട് ദൈവത്തോടൊപ്പം. അവിടെ സ്നേഹം മാത്രം, സമാധാനം മാത്രം, സന്തോഷം മാത്രം. ശാസ്ത്രത്തിന്റെ നിശബ്ദം. ശാസ്ത്രം ഇവിടെ സംസാരിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രം ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം പഠിക്കുന്നു. പക്ഷെ ഇത് നിത്യജീവിതത്തിന്റെ ലോകമാണ്. ഇത് ദൈവത്തിന്റെ ലോകം. ഏറ്റവും വലിയ വിജയം. മരണം ജയിച്ചിട്ടില്ല, ഭയം ജയിച്ചിട്ടില്ല. ദൈവം ജയിച്ചു. ജീവൻ ജയിച്ചു. പ്രത്യാശ ജയിച്ചു. സമയം അവസാനത്തിലേക്ക്. ഒരു ദിവസം
ഈ ലോകത്തിന്റെ സമയം അവസാനിക്കും. സൂര്യൻ ഇപ്പോഴും പ്രകാശിക്കും. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ തിരക്കിലായിരിക്കും. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു വലിയ മാറ്റം സംഭവിക്കും. ഇത് സാധാരണ ഒരു ദിവസമായിരിക്കില്ല. ഇത് ലോകത്തിന്റെ ചരിത്രത്തിലെ അവസാന ദിവസമായിരിക്കും. ആകാശത്തിന്റെ തുറക്കൽ. ആകാശം തുറക്കപ്പെടും. പ്രകാശം ഭൂമിയെ നിറക്കും. ഇത് സാധാരണ പ്രകാശമല്ല. ഇത് ദൈവത്തിന്റെ മഹത്വമാണ്. ഭൂമിയിലെ എല്ലാവരും ഇത് കാണും. ഒളിക്കാൻ ആരും കഴിയില്ല. രാജാവിന്റെ വരവ്. ആ പ്രകാശത്തിനുള്ളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. അവൻ രാജാക്കന്മാരുടെ രാജാവ്. അവൻ കർത്താക്കന്മാരുടെ കർത്താവ്. അവൻ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ അവൻ ഒരു കുഞ്ഞായി അല്ല, ഒരു ദാസനായി അല്ല, ഒരു രാജാവായി, മഹത്വത്തോടെയും ശക്തിയോടെയും. സത്യം വെളിപ്പെടുന്നു. ഇപ്പോൾ ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയും. അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കും. ഭൂമിയിൽ മരിച്ച എല്ലാവരും ഉയിർത്തെഴുന്നേൽക്കും. ഇത് ശാസ്ത്രത്തിന് അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന് അസാധ്യമില്ല. ശരീരം വീണ്ടും ജീവിക്കും. ആത്മാവും ശരീരവും വീണ്ടും ഒന്നാകും. ന്യായവിധിയുടെ നിമിഷം. ഇപ്പോൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. പണം ഇവിടെ സഹായിക്കില്ല. ശക്തി ഇവിടെ സഹായിക്കില്ല. സത്യം മാത്രം. ഓരോ ജീവിതവും വെളിപ്പെടും. ഒന്നും മറയ്ക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ വിധി. ദൈവം ഒരു ക്രൂര ന്യായാധിപനല്ല. അവൻ സ്നേഹത്തിന്റെ ദൈവമാണ്. പക്ഷേ അവൻ നീതിയുടെ ദൈവവുമാണ്. സ്നേഹം സ്വീകരിച്ചവർ ദൈവത്തോടൊപ്പം തുടരും. സ്നേഹം നിരസിച്ചവർ ദൈവത്തിൽ നിന്ന് വേർപിരിയും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പോൾ ദൈവം എല്ലാം പുതുക്കും. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. ഇവിടെ മരണമില്ല, വേദനയില്ല, കരച്ചിലില്ല, സന്തോഷം മാത്രം. ക്രിസ്തുവിന്റെ അന്തിമ വിജയം. ഇപ്പോൾ സത്യം പൂർണ്ണമായി വെളിപ്പെടുന്നു. മരണം തോറ്റു. ഭയം തോറ്റു. ഇരുട്ട് തോറ്റു. ജീസസ് ക്രൈസ്റ്റ് ജയിച്ചു. അവൻ തെളിയിച്ചു. അവൻ ജീവനാണ്. അവൻ സത്യമാണ്. അവൻ വഴിയാണ്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണം. ഒരു ഇരുണ്ട രാത്രി ഉണ്ടെന്ന് കരുതൂ. എല്ലാം ഭയപ്പെടുത്തുന്നു. പക്ഷെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടില്ലാതാകും. ഇരുട്ട് സൂര്യനെ ജയിക്കില്ല. സൂര്യൻ ഇരുട്ടിനെ ജയിക്കും. അതുപോലെ ക്രിസ്തു മരണത്തെ ജയിച്ചു. മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം. നാം ഈ ലോകത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരല്ല. നാം ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ജീവിതം ഒരു തുടക്കം മാത്രം. യഥാർത്ഥ ജീവിതം മുന്നിലാണ്. അന്തിമ സമാപനം. ഏറ്റവും ശക്തമായ അവസാന വാക്കുകൾ. ഒരു ദിവസം നിങ്ങളുടെ ഹൃദയം അവസാനമായി മിടിക്കും. ലോകം പറയും, അവൻ മരിച്ചു. പക്ഷേ സ്വർഗം പറയും, അവൻ ഇപ്പോൾ യഥാർത്ഥമായി ജീവിക്കുന്നു. കാരണം മരണം അവസാനമല്ല. ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു ജയിച്ചു. ക്രിസ്തുവിൽ ജീവനുണ്ട്. അവസാന സന്ദേശം. ഇതൊരു കഥയല്ല. ഇതൊരു പ്രത്യാശയാണ്. ഇതൊരു വാഗ്ദാനമാണ്. ഇത് ഒരു വിജയമാണ്. മരണം അവസാന വാക്ക് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവാണ് അവസാന വാക്ക് പറഞ്ഞത്. ആ അവസാന വാക്ക് ജീവൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രീയ വീഡിയോകൾക്കായി ചാനൽ പിന്തുടരൂ.